ഹലോ വെൽക്കം അഗൈൻ ടു ഇംഗ്ലീഷ് വാവ്. ബീയിങ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ബീയിങ് എന്നുള്ള ആ വേർഡ് അതെങ്ങനെയാണ് സെൻറ്റൻസുകളിൽ വരുന്നത്, ഇതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ബീയിങ്ങിൻ്റെ ഒന്നാമത്തെ യൂസ് മനസ്സിലാക്കാൻ ഞാനിവിടെ 2 സെൻറ്റൻസുകൾ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ നോക്കൂ, ഷീ ഈസ് റൂഡ്. രണ്ടാമത്തത് ഷീ ഈസ് ബീയിങ് റൂഡ്. ഒന്നാമത്തത് ഷീ ഈസ് റൂഡ് എന്നുള്ളതാണ്. എന്താണ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു കർക്കശ സ്വഭാവമുള്ള അത്ര നല്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ, അതിനാണ് നമ്മൾ ശരിക്ക് റൂഡ് എന്ന് പറയാം. അപ്പോൾ ഷീ ഈസ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ റൂഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവളുടെ ക്യാരക്ടറാണ്. ഷീ ഈസ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് എ റൂഡ് ക്യാരക്ടർ എന്നുള്ളതാണ് അർത്ഥം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഷീ ഈസ് ബീയിങ് റൂഡ് എന്നുള്ളതാണ്. ഷീ ഈസ് ബീയിങ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടർ അല്ല, മറിച്ച് ഇതൊരു ബിഹേവിയറാണ്. ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സമയത്തേക്ക് നിലനിൽക്കുന്നതാണ്. ഇപ്പോൾ ചില ആളുകൾ ചില സമയങ്ങളിലൊക്കെ റൂഡായിട്ട് പെരുമാറാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പെരുമാറുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ പറയാം, ഷീ ഈസ് ബീയിങ് റൂഡ്. എന്താണ് അവളിങ്ങനെ റൂഡായിട്ടൊക്കെ അങ്ങനെ നമ്മൾ പറയാറില്ലേ, ഷീ ഈസ് ബീയിങ് റൂഡ്. അപ്പോൾ ഷീ ഈസ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടർ, അതായത് എപ്പോഴും അങ്ങനെ ആയിരിക്കുന്നതിനാണ് നമ്മൾ ഷീ ഈസ് റൂഡ് എന്ന് പറയാം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഷീ ഈസ് ബീയിങ് റൂഡ് എന്നുള്ളതാണ്. ബീയിങ് റൂഡ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അതൊരു ബിഹേവിയർ ആണ്, ദാറ്റ്സ് എ ടെമ്പററി ബിഹേവിയർ. ഷീ ഈസ് ബീയിങ് റൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൾ എല്ലാ സമയത്തും എന്തല്ല, റൂഡായിട്ടുള്ള ഒരാളല്ല. ആ ഒരു സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തോ ഏതെങ്കിലും ഒരു നിമിഷത്തിലൊക്കെ റൂഡായി പോയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് പറയും, ഷീ ഈസ് ബീയിങ് റൂഡ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ പറയും, വൈ ആർ യു ബീയിങ് റൂഡ് എന്ന് ചോദിക്കും. വൈ ആർ യു ബീയിങ് റൂഡ്, വൈ ആർ യു ബീയിങ് റൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നീ ഇങ്ങനെ റൂഡായിട്ടൊക്കെ. അപ്പോൾ ഷീ ഈസ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ക്യാരക്ടർ. ഷീ ഈസ് ബീയിങ് റൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. എന്ത്, ബീയിങ് എന്നുള്ളത് കൊണ്ട് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഹീ ഈസ് സില്ലി, ഹീ ഈസ് ബീയിങ് സില്ലി. ഹീ ഈസ് സില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ക്യാരക്ടറാണ്. എല്ലാ സമയത്തും അയാൾ എന്താണ്, അയാളൊരു സില്ലി ആയിട്ടുള്ള ഒരാളാണ്. ഹീ ഈസ് ബീയിങ് സില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് സില്ലി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഹീ ഈസ് ബീയിങ് സില്ലി, അയാൾ ഇങ്ങനെ സില്ലി ആയിട്ട് അല്ലെങ്കിൽ സില്ലി ആവുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഹീ ഈസ് ബീയിങ് സില്ലി. അല്ലെങ്കിൽ സില്ലി ആകുന്ന ഒരു പ്രത്യേക മൊമെൻറ്റിൽ സില്ലി ആകുന്ന ഒരാളോട് വൈ ആർ യു ബീയിങ് സില്ലി എന്ന് പറയാറുണ്ട്. വൈ ആർ യു ബീയിങ് സില്ലി. ഹീ ഈസ് നോട്ടി, he is naughty, he is being naughty. He is naughty, that is his character. He is being naughty, that's a temporary behavior. Why are you being naughty? നീ എന്താണ് ഇങ്ങനെ നോട്ടി ആയിട്ടൊക്കെ? Why are you being naughty? എപ്പോഴും നോട്ടിയാണോ? അല്ല, ഏതെങ്കിലും ഒരു സമയത്ത് നോട്ടി ആയിട്ടുള്ള സമയത്താണ് നമ്മൾ എന്ത് ചോദിക്കുക, Why are you being naughty എന്ന് ചോദിക്കുക. ഇതാണ് ബീയിങ്ങിൻ്റെ ഒന്നാമത്തെ യൂസ്. ഇനി നമുക്ക് ബീയിങ്ങിൻ്റെ രണ്ടാമത്തെ യൂസ് എന്താണെന്നുള്ളത് നോക്കാം. She is preparing dinner. ഷീ ഈസ് പ്രിപ്പയറിങ് ഡിന്നർ. എന്താ അങ്ങനെ പറഞ്ഞാൽ, അവൾ ഡിന്നർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് പ്രിപ്പയറിങ് ഡിന്നർ. അവിടെ അവൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. ഇനി ഡിന്നർ പ്രിപ്പയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബീയിങ് ഉപയോഗിച്ചിട്ടാണ് പറയാം. അതിങ്ങനെയായിരിക്കും നമ്മൾ പറയാം, ഡിന്നർ ഈസ് ബീയിങ് പ്രിപ്പയർഡ്. ഡിന്നർ ഈസ് ബീയിങ് പ്രിപ്പയർഡ്. അവിടെ നമ്മൾ ഡിന്നർ തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആരാണത് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമ്മൾ അവിടെ പറയുന്നില്ല. ഡിന്നർ ഈസ് ബീയിങ് പ്രിപ്പയർഡ്. ഇനി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഡിന്നർ ഈസ് ബീയിങ് പ്രിപ്പയർഡ് ബൈ ഹെർ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ പാസീവ് രൂപമാണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് രൂപത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ ബീയിങ് ഉപയോഗിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ഡിന്നർ ഈസ് ബീയിങ് പ്രിപ്പയർഡ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ദേ ആർ ഡിസ്കസിങ് ദി ഇഷ്യൂ. അവർ ആ ഇഷ്യൂ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഡിസ്കസിങ് ദി ഇഷ്യൂ. ദേ ആർ ഡിസ്കസിങ് ദി ഇഷ്യൂ. ഇനി അത് നമുക്ക് പാസീവിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദ ഇഷ്യൂ ഇസ് ബീയിങ് ഡിസ്കസ്ഡ്. ദി ഇഷ്യൂ ഇസ് ബീയിങ് ഡിസ്കസ്ഡ്. ആ ഇഷ്യൂ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ടെൻസിൽ, അത് പ്രസന്റ് കണ്ടിന്യൂസിലും അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസിലും, ഇവിടെ നമ്മൾ ഈസ് ബീയിങ് എന്ന് പറയുന്നത് പാസ്റ്റിലേക്ക് പോകുമ്പോൾ വാസ് ബീയിങ് അല്ലെങ്കിൽ വേർ ബീയിങ് ആവും, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ കണ്ടിന്യൂസ് ടെൻസിൽ പ്രസന്റ് കണ്ടിന്യൂസിലോ പാസ്റ്റ് കണ്ടിന്യൂസിലോ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ബീയിങ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തൊരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ആവുക എന്ന് പറയാറുണ്ടല്ലോ. ഒരു ഉദാഹരണത്തിലൂടെ പറയാം, ഐ ഡോണ്ട് മൈൻഡ് ബീയിങ് എലോൺ. ഐ ഡോണ്ട് മൈൻഡ് ബീയിങ് എലോൺ. എന്താ അങ്ങനെ പറഞ്ഞാൽ, ഐ ഡോണ്ട് മൈൻഡ് ബീയിങ് എലോൺ, അതായത് തനിച്ചാവുന്നത് എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ അവിടെ ബീയിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആവുന്നത്. ഐ ഡോണ്ട് മൈൻഡ് ബീയിങ് എലോൺ. അപ്പോൾ ആവുന്നത് എന്നുള്ളൊരർത്ഥത്തിനും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ബീയിങ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്കൊരാളൊരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മളൊരു താങ്ക് യു പറയുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, താങ്ക് യു ഫോർ ബീയിങ് കൈൻഡ് ടു മീ. താങ്ക് യു ഫോർ ബീയിങ് കൈൻഡ് ടു മീ. എന്നോട് കൈൻഡ് ആയതിന്, അല്ലെങ്കിൽ എന്നോട് കുറച്ച് കരുണ കാണിച്ചതിന്, അല്ലെങ്കിൽ അങ്ങനെ ആയതിന് നന്ദി എന്ന് നമ്മൾ പറയാറുണ്ട്. താങ്ക് യു ഫോർ ബീയിങ് കൈൻഡ് ടു മീ. നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, ഹാവ് യു എവർ തോട്ട് ഓഫ് ബീയിങ് എ മിനിസ്റ്റർ? ഹാവ് യു എവർ തോട്ട് ഓഫ് ബീയിങ് എ മിനിസ്റ്റർ?
നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മിനിസ്റ്റർ ആകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ആവുക, ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുക? ബീയിങ് മിനിസ്റ്റർ അല്ലേ? ബീയിങ് എ മിനിസ്റ്റർ. ഹാവ് യു എവർ തോട്ട് ഓഫ് ബീയിങ് എ മിനിസ്റ്റർ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മിനിസ്റ്റർ ആകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ ബീയിങ് എന്തായിട്ടാണ് വരുന്നത്? ആവുക എന്നുള്ള അർത്ഥത്തിലാണ് ബീയിങ് ഇവിടെ വന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ആയതുകൊണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയാം. ബീയിങ് ലേറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ദി എക്സാം. ബീയിങ് ലേറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ദി എക്സാം. ലേറ്റ് ആയതുകൊണ്ട്, ബീയിങ് ലേറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ദി എക്സാം. അതായത് വൈകിയതുകൊണ്ട് അല്ലെങ്കിൽ ലേറ്റ് ആയതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അവൾക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. ബീയിങ് എ സെലിബ്രിറ്റി ഷി വാസ് ഓൾവേസ് ബിസി. ബീയിങ് എ സെലിബ്രിറ്റി, ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവൾ എപ്പോഴും എന്തായിരുന്നു? ഷി വാസ് ഓൾവേസ് ബിസി. ബീയിങ് എ സെലിബ്രിറ്റി ഷി വാസ് ഓൾവേസ് ബിസി. ഇവിടെ നമ്മൾ ബീയിങ് എന്ന് പറഞ്ഞത് ഒരു കാരണം പറയാനാണ്, ആയതുകൊണ്ട് എന്ന് പറയാനാണ്. അപ്പോൾ അതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ബിക്കോസ് എന്ന് പറയാം. ബിക്കോസ് ഷി വാസ് എ സെലിബ്രിറ്റി, അതല്ലെങ്കിൽ സിൻസ് ഷി വാസ് എ സെലിബ്രിറ്റി. അങ്ങനെയൊക്കെ നമുക്ക് അതിനെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ആ വാക്കിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബീയിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ബീയിങ് എന്നുള്ളത് 1-2 കാര്യങ്ങൾ കൂടി ഉപയോഗിക്കാറുണ്ട്. അതിലൊന്ന് നമ്മൾ ലിവിങ് ക്രീച്ചേഴ്സ് അല്ലെങ്കിൽ ലിവിങ് ബീയിങ്സ് എന്നുള്ള അർത്ഥത്തിൽ മനുഷ്യന്മാരെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയാറുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. ഹ്യൂമൻ ബീയിങ്സ്, അപ്പോൾ അതായത് മനുഷ്യവർഗം അല്ലെങ്കിൽ മനുഷ്യ കുലം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പറയുന്ന ഒരു ലിവിങ് ക്രീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ബീയിങ് ഉപയോഗിക്കാറുണ്ട്. ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. ഇനി അവസാനത്തെ ഒരു യൂസ് എന്ന് പറയുന്നത് നിലവിൽ വരിക എന്നുള്ളൊരർത്ഥത്തിൽ നമ്മൾ ബീയിങ് ഉപയോഗിക്കാറുണ്ട്. നിലവിൽ വരിക, ഒരു സംഗതി എക്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിലവിൽ വരിക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ബീയിങ് ഉപയോഗിക്കാറുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. ദിസ് സ്റ്റേറ്റ് കെയിം ഇൻ ടു ബീയിങ് ഇൻ 1950. ഈ സ്റ്റേറ്റ് നിലവിൽ വന്നത് 1950-ലാണ്. അപ്പോൾ അവിടെ ബീയിങ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിലവിൽ വരിക, എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ദിസ് സ്റ്റേറ്റ് കെയിം ഇൻ ടു ബീയിങ് ഇൻ 1950. അപ്പോൾ ഇതൊക്കെയാണ് ബീയിങ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള യൂസസ്. സോ ദാറ്റ് ബ്രിങ്സ് ടു ദി എൻഡ് ഓഫ് ദിസ് ലെസൺ. വിൽ സീ ഇൻ അനദർ ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.